എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളും വാഹനങ്ങളും ഈ ശബ്ദവും ബഹളവുമാണ് എൻ്റെ ടൗണിൻ്റെ ഉണർവ്. ഈ തിരക്കുകൾക്കിടയിൽ നിന്നും നമുക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകാം. ടൗണിലെ തിരക്കൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നല്ലൊരു ക്ഷീണം തോന്നും. ആ ക്ഷീണം മാറാൻ എനിക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് കടുപ്പത്തിലുള്ള ചായ നിർബന്ധമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെ ചായ കുടി നിർബന്ധമുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചായ കുടി കഴിഞ്ഞു. ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. ഇന്നത്തെ സ്പെഷ്യൽ ഈ ഓംലേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ആ വിശപ്പിൽ അതങ്ങ് മറന്നുപോയി. ആയാലും ഓംലേറ്റ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. കണ്ടോ, കക്ഷി രാവിലെ തന്നെ ഡയറ്റിലാണ്. ക്യാരറ്റ് കിട്ടിയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും അറിയില്ല. ഇഞ്ചിയുടെ നിറമുള്ള ഈ മുയലിന് ജിഞ്ചർ എന്നും കറുപ്പും വെള്ളയും നിറത്തിലുള്ള ആ മുയലിന് ഓറിയോ എന്നുമാണ് ഞങ്ങൾ വിളിക്കാറ്. ഇനി നമുക്ക് നമ്മുടെ പ്രാവുകളെ നോക്കാം. പ്രാവുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താലോ? കൂട് തുറന്നാൽ തന്നെ ഇവർക്ക് മനസ്സിലാകും ഭക്ഷണത്തിനുള്ള സമയമായെന്ന്. കണ്ടോ, എല്ലാവരും റെഡിയായി ഇരിക്കുന്നത്. എൻ്റെ ഉമ്മയാണ് ഇവർക്ക് തീറ്റ കൊടുത്തത്. നിങ്ങളിൽ ആർക്കൊക്കെയാണ് പ്രാവുകളെ വളർത്താൻ ഇഷ്ടം? മയിൽപ്രാവുകളുടെ ഈ വാല് വിടർത്തിയുള്ള നിൽപ്പ് കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ. തീറ്റ കൊടുക്കുമ്പോൾ ഇവർ ഉണ്ടാക്കുന്ന ആ ഒരു ബഹളം. അപ്പോൾ പ്രാവുകളുടെ വിശേഷം കഴിഞ്ഞു. നമ്മുടെ കക്ഷി മുയൽക്കുട്ടന്മാർ ഇപ്പോഴും കഴിച്ചു തീർത്തിട്ടില്ല കേട്ടോ. ഇത്രയും സമയം കൊണ്ട് ഒരു ക്യാരറ്റ് പോലും തീർക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. ഞങ്ങളുടെ ജിഞ്ചർ മുയലിന് ക്യാമറ പേടിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വിറകിനടിയിൽ പോയി അവൻ ഒളിച്ചിരിക്കുകയാണ്. സോറി, അവനല്ല കേട്ടോ, അവളാണ്. ഇവൾ പ്രസവിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി 1 മാസം കൂടിയേ ഉള്ളൂ. ഇവൻ്റെ പേരാണ് മാണിക്കൻ. പക്ഷേ മാണിക്കൻ വെറും ഒരു കൊറ്റനാടല്ല കേട്ടോ. ഇവനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒരു ആടിനെ കണ്ടിട്ടുണ്ടോ? എൻ്റെ കൊമ്പ് കണ്ടില്ലേ? ഒന്ന് വെള്ളയും ഒന്ന് കറുപ്പും. നോക്കിയേ, ഇതായിരുന്നു നമ്മുടെ മാണിക്കൻ്റെ കുട്ടിക്കാലം. എത്ര ചെറുതായിരുന്നു അല്ലേ? നല്ല വിശപ്പ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഒരു ബിരിയാണി ആക്കാം. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പച്ചക്കറികളൊക്കെ നല്ല വൃത്തിയായി കഴുകുക എന്നതാണല്ലോ. സവാളയും പച്ചമുളകും മല്ലിയിലയും ഒക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തു. ശേഷം ചിക്കനിൽ ആ മസാലകളൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ ബിരിയാണിയുടെ ബാക്കി പണികളൊക്കെ അങ്ങോട്ട് ചെയ്യാം. ബിരിയാണിയുടെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നായതിന് എനിക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല. വേറെയും കുറേ സർപ്രൈസുകൾ നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ബിരിയാണിയൊക്കെ തയ്യാറായി. ഞാൻ കഴിക്കണം കേട്ടോ. അടുത്ത സർപ്രൈസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഉമ്മാൻ്റെ കുറച്ചൊരു കൃഷീൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഉമ്മ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് കിട്ടിയ ചട്ടികളും മണ്ണും ഒക്കെയാണ്. ഇവരാണ് ഞങ്ങളുടെ കോഴിക്കുട്ടികൾ. ഡേ ഓൾഡ് പ്രായമുള്ള കുട്ടികളെ കൊണ്ടുവന്നായിരുന്നു. കുറച്ച് വലുതായിട്ടുണ്ട്. ഈ ആടാണ് പിന്നെ എൻ്റെ മോൻ്റെ കളിക്കൂട്ടുകാരൻ. എങ്ങനെ ഉണ്ട്? ഇതിനെ ഞങ്ങൾ കാണാതെ കൂട്ടുന്ന് തുറന്നു വിടലാണ് ഇവൻ്റെ പണി. വൈകുന്നേരമായപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയി. അങ്ങനെ നേരം ഇരുട്ടി. പകൽ മൊത്തം ഓടി നടന്നിട്ട് ഇപ്പോൾ എല്ലാവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഈ സമയത്താണ് നമ്മുടെ പൂച്ചക്കുട്ടൻ ഒന്ന് ഉഷാറാവുന്നത്. നോക്കിയേ, കക്ഷി ഈ രാത്രിയിൽ എന്തു ചെയ്യുകയാണെന്ന്. രാത്രിയിലാണ് ഇവൻ്റെ പ്രധാന കളികളൊക്കെ തുടങ്ങുന്നത്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇവൻ എൻ്റെ കൂടെ വന്ന് ഇരിക്കും. അങ്ങനെ പകൽ മുഴുവൻ നീണ്ടുനിന്ന ബഹളങ്ങളും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.